23 വാർഡുകളിലേക്ക് നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ്. അതിന്റെ ഫലമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആ ഫലം ഏത് രീതിയിലാണ് ഉണ്ടായത് എന്നതിന്റെ പിന്നാമ്പുറ കാഴ്ചകളും. അതായത് 23 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ 10 സീറ്റിൽ LDF, 10 സീറ്റിൽ UDF, 3 സീറ്റിൽ BJP. ഇതാണ് അതിന്റെ ഒരു സീറ്റ് നില എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ആർക്കാണ് പ്രഹരമേറ്റത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ എടുത്തു പറയേണ്ടത് LDF ഉണ്ടാക്കിയ മുന്നേറ്റം തന്നെയാണ്. കാരണം കഴിഞ്ഞ 23 വാർഡുകളുടെ കാര്യം പരിശോധിക്കുമ്പോൾ 5 സീറ്റ് എന്ന സ്ഥലത്ത് നിന്നാണ് LDF ആ സീറ്റ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതും ഇരട്ടിയായിട്ടാണ് ഈ ഒരു വർധനവ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ പിടിച്ചെടുത്ത സീറ്റുകൾ ആരുടേതൊക്കെയാണ് എന്നുള്ളത് കൂടി പറഞ്ഞേ മതിയാകുകയുള്ളൂ. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് 7 സീറ്റുകളാണ് LDF പിടിച്ചെടുത്തത് എന്നുള്ളതാണ്. UDFൽ നിന്ന് 4 സീറ്റുകളും അതോടൊപ്പം തന്നെ BJPയിൽ നിന്ന് 3 സീറ്റുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ തിരുവനന്തപുരം ജില്ലയിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ BJPക്ക് കനത്ത പ്രഹരമാണ് ഏറ്റത് എന്നുള്ളതിൽ സംശയമില്ല. കാരണം വലിയ തോതിലുള്ള താരപ്രചരണങ്ങൾ ഒക്കെയാണ് BJP തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിന് ഒരു ലക്ഷ്യം മാത്രമായിരുന്നു: ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വലിയ താരങ്ങളെ ഇറക്കി മത്സരിപ്പിക്കുക, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും BJPയുടെ നേതാക്കളെ ഇറക്കി മത്സരിപ്പിക്കുക, ഇതൊക്കെയാണ് BJP മെനഞ്ഞുകൊണ്ടിരിക്കുന്ന തന്ത്രങ്ങളിലൊന്ന്. അതിന്റെ ഭാഗമായി കൂടിയായിരുന്നു ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തെ അവർ ഉപയോഗിച്ചതും. എന്തിന്? ഏറ്റവും ഒടുവിലായി രാമക്ഷേത്രം വരെ ഇതിനുവേണ്ടി അവർ ഉപയോഗിച്ചു. പക്ഷേ ജനം കൃത്യമായി ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതുകൂടിയാണ് ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നതും. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്. അത് ഈ BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും BJPയുടെ സിറ്റിംഗ് സീറ്റ്, അതായത് BJP 12 വർഷമായി സ്വന്തമാക്കി വെച്ചിരുന്ന സീറ്റാണ് LDF പിടിച്ചെടുത്തത്. അത് എടുത്തു പറഞ്ഞ് പോയേ മതിയാവുകയുള്ളൂ. ഇത്തരത്തിൽ ഉള്ള പ്രചരണങ്ങൾ നടത്തുമ്പോൾ വർഗീയത ഇവിടെ വിളയില്ല എന്നുള്ളൊരു സന്ദേശം തന്നെയാണ് ജനങ്ങൾ നൽകുന്നത് എന്നതും ഏറെ പ്രസക്തമായ കാര്യമാണ്. അതിനൊപ്പം തന്നെയാണ് UDFന്റെ കാര്യവും. UDF ഈ രീതിയിൽ ഉള്ള തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോൾ UDFന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് LDF സർക്കാർ സ്വീകരിക്കുന്ന നയങ്ങൾ അത് ശരിയാണോ തെറ്റാണോ എന്നതൊന്നുമല്ല നോക്കുന്നത്. മറിച്ച് LDF സർക്കാർ മുന്നോട്ട് വെക്കുന്ന വിഷയം എന്താണ്, അല്ലെങ്കിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് നയമാണുള്ളത്, അതിനെ നിശിതമായി എതിർക്കുക. ഇത് മാത്രമാണ് UDFന്റെ ഭാഗത്ത് നിന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ട് LDF ഈ രീതിയിൽ സ്വീകാര്യത LDFന് കൂടി എന്നുള്ളത് അത് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം LDF സർക്കാരിനെതിരെ പ്രചരണം നടത്തുക, അത് ഏതൊക്കെ തരത്തിൽ, അതായത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ, അതിന് ചില ഉദാഹരണങ്ങൾ അടക്കം നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും. അതെന്തെന്ന് അല്ലേ? അതായത് റേഷൻ സാധനങ്ങളുടെ വിതരണം. റേഷൻ കടകൾ ആകെ അവതാളത്തിലാണ്, ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടാൻ പോകുന്ന സമയമാണ് ഇനി വരുന്നത് എന്നതടക്കമുള്ള തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് ഒരു വിഭാഗം മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി BJPയും അതോടൊപ്പം തന്നെ UDFും അഴിച്ചുവിട്ടത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതിനൊപ്പം തന്നെ ഇവിടെ പെൻഷൻ വിതരണം അവതാളത്തിലായിരിക്കുകയാണ്. പെൻഷൻ ഇനി ജനങ്ങൾക്ക് കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിന് കാരണം സർക്കാരിന്റെ ദൂർത്താണ്. ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും വലിയ തോതിൽ നടന്നു. അതിനൊപ്പം കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്: സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത. ഇത് സബ്സിഡി സാധനങ്ങൾ ഒരു സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും ലഭിക്കുന്നില്ല എന്ന തരത്തിൽ വലിയ തോതിലുള്ള വ്യാജ പ്രചരണം നടത്തി. അങ്ങനെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെങ്കിൽ അത് സർക്കാരിനെതിരെയുള്ളൊരു പൊതുവികാരമായി ഉയർന്നു വരും. ഇതാണ് BJPയും UDFും ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതിൽ ഏറ്റവും LDFന് അനുകൂലമായ ഒരു ഘടകമായി മാറിയത് നവകേരള സദസ്സാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് കൂടിയാണ്. കാരണം ഈ നവകേരള സദസ്സിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കാണാൻ സാധിക്കുന്നത്. ജനങ്ങളുമായി നേരിട്ടൊരു മന്ത്രിസഭ സംവദിക്കുകയാണ്. അവരെ കേൾക്കാൻ ഒരു സർക്കാരുണ്ട്. അതാണ് അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്ന
ഒരു സന്ദേശം. അവർ ഓരോ സദസ്സിലും ജനങ്ങൾ എത്തി, ജനങ്ങളെ കാണാനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുന്നു. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് ബോധിപ്പിക്കാൻ സാധിച്ചു. അതിനും കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ, അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉറപ്പുകൾ ഒക്കെ നൽകി ആ രീതിയിലാണ് നവകേരള സദസ്സ് മുന്നോട്ട് പോയതും സമാപിച്ചതും. അതിലും തുടർ നടപടികൾ ഇപ്പോഴും സ്വീകരിച്ചു പോരുന്നു. അതുകൊണ്ട് തന്നെ നവകേരള സദസ്സ് കഴിഞ്ഞ് നടക്കുന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതുകൊണ്ടും അതിനൊപ്പം എടുത്തു പറയേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പ്, അത് ഈ രണ്ട് കാര്യങ്ങളും ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാന ഫാക്ടറായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സർക്കാർ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പ്, അത് ജനങ്ങൾ എത്രത്തോളം വിശ്വാസത്തിലെടുത്തു, അത് തന്നെയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കാണാൻ സാധിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ പല ഭാഗത്ത് നിന്നായി നടക്കുമ്പോൾ ജനങ്ങൾക്ക് സർക്കാരിൽ മേലുള്ള വിശ്വാസം അത് ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. ഈ ജനകീയ വിഷയങ്ങൾ മാറ്റി നിർത്തുകയാണെങ്കിൽ സർക്കാർ ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ, പ്രത്യേകിച്ചും നവകേരള സദസ്സ് വരുന്ന സമയത്ത് ആഡംബര ബസ് എന്ന തോതിൽ വലിയ തോതിലുള്ള പ്രചരണം നടന്നു. അത് ഒരു വിഭാഗം മാധ്യമങ്ങൾ ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ ദിവസങ്ങളോളം പ്രചരണം നടത്തി. പക്ഷേ ആദ്യ ദിവസം ഈ ബസ് പുറത്തിറങ്ങിയ ദിവസം അതിൻ്റെ എല്ലാ പൊള്ളത്തരവും പുറത്തായി. ഏറ്റവും സാധാരണമായ ഒരു ബസ് എന്നുള്ള വസ്തുത ജനങ്ങൾ തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി. അതിനൊപ്പം ഈ വിഷയം, ഓരോ വിഷയങ്ങൾ സർക്കാരിനെതിരെ ഓരോ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെ രാഷ്ട്രീയപരമായി സർക്കാരിനെതിരെ തിരിച്ചുവിടുക, അത് മാത്രമാണ് UDFും BJPയും ശ്രമിച്ചിരുന്നത്. അതിൽ എവിടെയും സംസ്ഥാനത്ത് ഒരു വികസന പദ്ധതി സർക്കാർ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ അതിനെ എതിർക്കുക, അല്ലെങ്കിൽ ജനകീയമായിട്ടുള്ള ഏതെങ്കിലും പദ്ധതി കൊണ്ടുവരികയാണെങ്കിൽ അതിനെ എതിർക്കുക. ആ രീതിയിൽ വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും ആകെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള നിലപാടാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷം സ്വീകരിച്ചു പോകുന്നത് എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. ഇതൊക്കെ അതുകൊണ്ട് തന്നെയാണ് UDFന് കനത്ത തിരിച്ചടി ഈ ഒരു ഘട്ടത്തിൽ നൽകിയത്. അത് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമായിരിക്കുകയുമാണ്. ഏതായാലും ഈ ഒരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എടുത്തു പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന ഒരു സന്ദേശം എടുത്തു പറയേണ്ടത് തന്നെയാണ്. വ്യാജ പ്രചരണങ്ങൾ എത്ര തന്നെ അഴിച്ചുവിട്ടാലും അതൊന്നും തന്നെ ജനങ്ങൾക്കിടയിൽ വിലപ്പോവില്ല എന്നുള്ള വലിയ സന്ദേശം തന്നെയാണ് ജനങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ നൽകുന്നതും. അതുകൊണ്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള LDFന്റെ ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയായി മാറുകയാണ് ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം.